മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചു. 2 കൂടുകളാണ് പ്രദേശത്ത് സ്ഥാപിച്ചത്. പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. ജംഷീർ കൊടിഞ്ഞി മലപ്പുറത്ത് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ജംഷീർ, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്? അതോടൊപ്പം തന്നെ കടുവയെ ലൊക്കേറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി എന്തൊക്കെ ക്രമീകരണങ്ങൾ, ഏത് രീതിയിൽ തെരച്ചിൽ? സ്നേഹ, തീർച്ചയായിട്ടും 2 കൂടുകളാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഒന്ന് ഗഫൂറിനെ കടുവ ആക്രമിച്ച പ്രദേശത്തും അതോടൊപ്പം തന്നെ മറ്റൊരു അരുവീട്, അത് ഈ കടുവ വെള്ളം കുടിക്കാൻ വരാൻ സാധ്യതയുള്ള ഒരു പ്രദേശമായ അവിടെ സമീപത്തുള്ള ഒരു അരുവീട് പ്രദേശത്തുമാണ് കൂടുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. 2 കൂടുകളാണ് അല്പം മുമ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. നേരത്തെ ഇന്നലെ രാത്രി മുതൽ തന്നെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 50ഓളം ക്യാമറകൾ പരിസരങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ക്യാമറയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനു ശേഷമായിരിക്കും കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഇപ്പം ഇന്നലെ തന്നെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറകളൊക്കെ നിരീക്ഷിച്ചു വരികയാണ്, പരിശോധിച്ചു. പക്ഷേ ക്യാമറയിൽ ഒന്നും തന്നെ കടുവയുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കടുവയെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ്. മയക്കുവെടി വെക്കാനും അല്ലെങ്കിൽ കൂട് വെച്ച് പിടിക്കുക എന്നുള്ള 2 കാര്യങ്ങളിലാണ് ഇപ്പോൾ വനം വകുപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിന് ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് പ്രധാനമായും ഈ നിരീക്ഷണ ക്യാമറകളിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ നിരീക്ഷണ ക്യാമറകളൊന്നും തന്നെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഡ്രോണുകൾ പറത്തിക്കൊണ്ടും ഈ കടുവയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും തെർമൽ ഡ്രോണുകൾ അടക്കം ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തെർമൽ ഡ്രോണുകൾ ആയതുകൊണ്ട് തന്നെ രാത്രിയും ഒക്കെ വെളിച്ചക്കുറവൊന്നും ഒരു പ്രശ്നമല്ല. രാത്രിയാണെങ്കിലും തിരച്ചിൽ നടത്താവുന്നതാണ്. മാത്രമല്ല ഈ കടുവയുടെ സാന്നിധ്യം, അതിന്റെ ടെമ്പറേച്ചർ അനുസരിച്ച്, ബോഡി ടെമ്പറേച്ചർ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്നതാണ് ഈ തെർമൽ ഡ്രോണുകൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ്. ഏത് വിധേനയും കടുവയെ കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ്. അത് 24/7 24 മണിക്കൂറും ഇത്തരത്തിൽ ഈ കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തെർമൽ ഡ്രോണുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാനുള്ളത് ഇവിടെ 2 കൂടുകൾ കൂടി സ്ഥാപിച്ചിരിക്കുന്നു. മയക്കുവെടി വെച്ചോ അല്ലെങ്കിൽ കൂട്ടിലാക്കിയോ പിടികൂടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. അതിനായി 20 പേരടങ്ങുന്ന 3 അംഗ സംഘമാണ് ഇപ്പോൾ മുകളിലേക്ക് പോയിട്ടുള്ളത്. അവിടെ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഇനി കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ ഉടൻ തന്നെ കുങ്കിയാനകളെയും ഈ തിരച്ചിലിനായി ഉപയോഗിക്കും. സ്നേഹം.